ഭരത് എന്ന് പേരുള്ള ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ദിവസവും പച്ചക്കറികൾ എടുത്തുകൊണ്ട് ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് പോകും. ദൈവമേ, എനിക്ക് എന്തൊരു ജീവിതമാണ് തന്നിരിക്കുന്നത്. ദിവസം ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര ജോലി ചെയ്തില്ലെങ്കിൽ എന്റെ മക്കള് പട്ടിണിയായി കിടന്ന് ചത്തുപോവും. ഭരത്തിന്റെ വീട്ടിൽ തന്റെ ഭാര്യ പൂനമും പിന്നെ 2 കുട്ടികളും ഉണ്ടായിരുന്നു, രോഹൻ പിന്നെ പ്രിയ. അവർ കുടുംബത്തോടെ സന്തോഷത്തോടെ ഇരുന്നു. ഭരത് മാത്രം തന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചു. ഇതെല്ലാം ഒരു ജീവിതമാണോ? പറയ്. കഷ്ടപ്പാട്, പട്ടിണി, കൂലി അത്രയില്ല. ആ ദൈവം നമുക്ക് ഒന്നും തന്നിട്ടില്ല. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ദൈവം നമുക്ക് നല്ലൊരു കുടുംബം നൽകിയിരിക്കുന്നു. കാശു പണത്തിനേക്കാളും ഇതാണ് നല്ലത്. പക്ഷെ കാശ് പണം തന്നിട്ടില്ലല്ലോ ഈ ദൈവം. ഞാൻ ദൈവത്തെ ഒരുപാട് വിശ്വസിക്കുന്നു. എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ ജീവിതവും മാറും. സമാധാനായിരിക്കൂ. ഞാനും ഈ ദിവസത്തിന് വേണ്ടിയാ കാത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭരത് തന്റെ കൃഷിയെ ആലോചിച്ചാണ് ജീവിച്ചു വന്നത്. അദ്ദേഹം നഗരത്തിലെ മാർക്കറ്റിൽ പച്ചക്കറികൾ വിറ്റുവന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന് ഒട്ടും സന്തോഷമില്ല. അദ്ദേഹം ദൈവത്തെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ ഭരത് എന്നത്തെയും പോലെ പച്ചക്കറികൾ വിൽക്കാനായി നഗരത്തിലേക്ക് വന്നു. അദ്ദേഹം റോഡ് ക്രോസ് ചെയ്യാനായി പോയപ്പോൾ ഒരു ട്രക്കിന്റെ ബ്രേക്ക് ഫെയിലിയർ ആയി പോയി. ഭരത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. മൊത്തം കുടുംബവും ഒരുപാട് സങ്കടത്തോടെയായി. കുട്ടികളെ, അച്ഛന് പെട്ടെന്ന് ശരിയാകും. നിങ്ങൾ ഇങ്ങനെ കരയാൻ പാടില്ല, മനസ്സിലായോ? അച്ഛൻ എപ്പോ തിരിച്ചു വരും? പറയൂ അമ്മേ, അമ്മേ. എത്രയും പെട്ടെന്ന്. ദിവസങ്ങൾ കടന്നുപോയി. ഭരത്തിന് ഓർമ്മ വന്നു. പക്ഷെ ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ കാലുകൾ നഷ്ടപ്പെട്ടു. പിന്നീട് അദ്ദേഹം കാലുകളില്ലാതെ നടക്കാൻ പറ്റാതെയായി. സിസ്റ്റർ, ഞാൻ നിങ്ങളോട് കള്ളം പറയാൻ വിചാരിക്കുന്നില്ല. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ 2 കാലും വെട്ടിയിടിക്കേണ്ടി വന്നു. ഇനി ജീവിതം മൊത്തം നിങ്ങളായിരിക്കണം അവരെ നോക്കാൻ. ഒരു വിധത്തിൽ അവർ ഭരത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഭരത് വീൽ ചെയറിലായിരുന്നു ഇരുന്നത്. ഇനി മുതൽ അദ്ദേഹത്തിന് കൃഷി പോലും ചെയ്യാൻ പറ്റില്ല. കുറച്ചു ദിവസം വരെ അവരുടെ കയ്യിലുണ്ടായിരുന്ന കാശ് വെച്ച് കുടുംബം നടത്തി വന്നു. ഇപ്പോൾ പൂനം ഒരുപാട് സങ്കടത്തോടെയായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയേ പറ്റൂ. പൂനം തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണങ്ങൾ എടുത്തുകൊണ്ട് അത് വിൽക്കാനായി തിരിച്ചു. അപ്പോൾ അവളുടെ 2 കുട്ടികളും അവളുടെ അടുത്തേക്ക് വന്നു. അമ്മ, നിങ്ങൾ ഈ നഗകള് വിൽക്കാൻ പോവാണോ? അതെ മോനെ, ഇതല്ലാതെ വേറെ വഴിയില്ല മോനെ. അല്ല അമ്മേ, ഇതൊക്കെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങി തന്നതാ. ഇത് വിൽക്കണ്ട. നമ്മൾ എല്ലാരും ജോലി ചെയ്ത് കാശുണ്ടാക്കാം അമ്മേ. പക്ഷെ എങ്ങനെ? നിങ്ങൾ ഡോക്ല നന്നായിട്ട് ഉണ്ടാക്കുമല്ലോ. നമുക്കൊരു ഡോക്ല കട ഓപ്പൺ ചെയ്താലോ അമ്മേ? അതെ, നീ പറഞ്ഞത് ശരിയാണ് മോളെ. ശരി, ഇനി മുതൽ നമ്മൾ ഡോക്ല ചെയ്ത് വിൽക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. പൂനമും കുട്ടികളും കൂടി മാർക്കറ്റിൽ ഒരു കട ഓപ്പൺ ചെയ്തു. അമ്മേ, ഞങ്ങൾ ടേബിളൊക്കെ ഇട്ട് കഴിഞ്ഞമ്മേ. വരൂ, തുടങ്ങാം. ശരി മക്കളെ. അമ്മേ, ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഡോക്ല ചെയ്തുകൊണ്ടേയിരിക്കാം. നിങ്ങൾ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കൂ. പിന്നെ പ്രിയ, നീ പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് കഴുകി വെക്കണം. ശരി അമ്മേ. അവർ ഡോക്ല ചെയ്യാൻ തുടങ്ങി. ആ ഡോക്ലയുടെ മണം എല്ലാ സ്ഥലത്തും പരന്നു. എന്റെ അമ്മോ, ഇവിടുന്ന് ഒരു നല്ല മണം വരുന്നല്ലോ. എന്താ, ഡോക്ല തയ്യാറാണോ? അതെ അങ്കിൾ. ശരിടാ കണ്ണ, എനിക്ക് ഒരു പ്ലേറ്റ് കൊടുക്ക്. രോഹൻ അദ്ദേഹത്തിന് ഒരു പ്ലേറ്റ് ഡോക്ല നൽകി. അത് കഴിച്ചിട്ട് അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചു. ഡോക്ല കഴിക്കാൻ നന്നായിരിക്കുന്നു. 3 പ്ലേറ്റ് പാർസലും ചെയ്തേക്ക്. ഇന്ന് പൈസ പിടിച്ചോ. രോഹൻ 3 പ്ലേറ്റ് ഡോക്ല പാർസൽ ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകി. അമ്മേ, ഇതാണ് നമ്മുടെ ആദ്യത്തെ വരുമാനം. നല്ലത് മോനെ. പക്ഷേ നമ്മൾ വീണ്ടും കാശുണ്ടാക്കണം മോനെ. നിങ്ങളുടെ അച്ഛന് വേണ്ട മരുന്നുകളൊക്കെ വാങ്ങിക്കണ്ടേ? ആ, അവരുടെ കടയിലേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു ഡോക്ല കഴിക്കാൻ. ആദ്യ ദിവസം തന്നെ അവർക്ക് നല്ല വരുമാനം കിട്ടി. പൂനമും കുട്ടികളും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. അച്ഛാ, ഇന്ന് നല്ല തുടക്കമായിരുന്നു അച്ഛാ. അച്ഛാ, ഇവിടെ നോക്കൂ. നല്ല കാര്യമാണ് കുട്ടാ. ഞങ്ങൾ എല്ലാരും ചേർന്ന് എല്ലാം ശരിയാക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാരമായിരിക്കുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ദയവായി ഇങ്ങനെയുള്ള ചിന്തയൊന്നും മനസ്സിൽ കരുതി കൂട്ടണ്ട.
പൂനം ഭരത്തിനോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ ഭരത്തിന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വന്നു. അദ്ദേഹം തന്നെ താനെ ഒരു ഭാരമായി കരുതി. പൂനമും കുട്ടികളും മാർക്കറ്റിൽ ഡോക്ല വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നു. അതുകാരണം അവരുടെ വരുമാനം അധികരിച്ചു. ഒരാഴ്ചയിൽ അവരുണ്ടാക്കിയ കാശ് ഒരു മാസം അവർക്ക് കിട്ടുന്ന കാശിനേക്കാളും അധികമായിരുന്നു. അത് കണ്ടിട്ട് മകൻ പറഞ്ഞു, അമ്മേ നോക്കൂ, എത്ര പണമാണ്. അതെ, ആ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരുപാട് കാശ് കിട്ടിയിരിക്കുന്നു. ആ ദൈവം നിങ്ങളുടെ അച്ഛനെയും പഴയതുപോലെ ആക്കിയാൽ എത്ര നന്നായിരുന്നേനെ. അതേമാ. നിങ്ങൾ വിഷമിക്കേണ്ട അമ്മേ, ആ ദൈവം തീർച്ചയായും നമ്മളെ സഹായിക്കും. അതെ, ദിവസങ്ങൾ കടന്നുപോയി. പൂനമും കുട്ടികളും മാർക്കറ്റിൽ ഡോക്ല വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നു. മറുവശത്തെ വീട്ടിൽ ഭരത് വളരെ സങ്കടത്തോടെയിരുന്നു. എന്റെ ദൈവമേ, എനിക്ക് എന്തിനാ ഈ നിലപാട്? എന്റെ നിലപാട് ഇങ്ങനെയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ദൈവമേ, ഇതിനു പകരം എന്റെ ജീവൻ എടുത്താ മതിയായിരുന്നു. എന്റെ കുടുംബത്തിന് ഞാൻ ഒരു വലിയ ഭാരമായിരിക്കില്ലായിരുന്നു. ഭരത് ഇങ്ങനെ കരുന്നത് ദൈവത്തിന്റെ ചെവിയിൽ കൊണ്ടു. ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു. നീ എന്തിനാ വിഷമിക്കുന്നത് ഭരത്? നീ കാശല്ലേ ആവശ്യപ്പെട്ടത്? ഇവിടെ നോക്ക്, ഇപ്പോൾ നിന്റെ കുടുംബം എത്രമാത്രം കാശാണ് സമ്പാദിക്കുന്നത്. ഈ പൈസ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എന്റെ കുടുംബത്തിന് വലിയ ഭാരമായി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് നടക്കാനും പറ്റില്ല, ഇവർക്ക് സഹായിക്കാനും പറ്റില്ല. അമ്മ ദേവി, ഇതിനു പകരം എന്റെ ജീവൻ തന്നെ എടുത്തേക്കോ അമ്മേ. എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. നീ ജീവിതത്തിന്റെ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു ഭരത്. നിനക്ക് നന്നായിട്ട് മനസ്സിലായി ജീവിതത്തിൽ പണത്തിനേക്കാളും സന്തോഷവും സമാധാനവുമാണ് ആവശ്യമെന്ന്. ഞാൻ ഇത് നിനക്ക് മനസ്സിലാക്കി തരണമെന്നാണ് ആഗ്രഹിച്ചത്. എപ്പോൾ നിനക്കത് മനസ്സിലായോ, ഞാൻ നിനക്ക് ഇപ്പോൾ തന്നെ നിന്റെ പഴയ ജീവിതം തിരിച്ചു തരാം. ഓർമ്മ വെച്ചോളൂ മോനെ, ജീവിതത്തിൽ എത്ര വലിയ കഷ്ടം വന്നാലും ഒരിക്കലും വെറുക്കുന്നത് പോലെ സംസാരിക്കരുത്. തീർച്ചയായും ദേവിയമ്മ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ആ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് സമയം തന്നെ മാറി മറിഞ്ഞു. ഭരത് നഗരത്തിലെ മാർക്കറ്റിൽ നിന്നുകൊണ്ടിരുന്നു. അതേ റോഡ് ക്രോസിംഗിൽ അദ്ദേഹം തന്റെ കാലുകളെ കണ്ടു. അദ്ദേഹത്തിന്റെ കാലുകൾ നന്നായിരുന്നു. വളരെ നന്ദി ദേവിയമ്മേ, ഞാൻ സന്തോഷമായിരിക്കുന്നു. ഭരത് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം തന്റെ കുട്ടികളെ കെട്ടിപ്പിടിച്ചു. നിങ്ങളെല്ലാം എന്റെ ജീവനാണ്. നിങ്ങൾ ആർക്കും ചെയ്യാൻ പറ്റാത്ത വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്തിനെ കുറിച്ചാ സംസാരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഇന്ന് എന്റെ ജീവിതം, എന്റെ കുടുംബം എന്താണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ന് എന്റെ കുടുംബത്തിന്റെ സന്തോഷമാണ് എന്റെ വലിയ സെൽവം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. എന്താ കാര്യം? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തെന്ന് വെച്ചാ, ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിനെ കുറിച്ച് വളരെ സന്തോഷത്തിലാണ്. എപ്പോഴും നിങ്ങൾ ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കൂ. കാശ് ഉണ്ടാക്കാനുള്ള തിടുക്കത്തിൽ നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കാൻ മറന്നുപോകുന്നു. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം നമ്മൾ എപ്പോൾ മനസ്സിലാക്കുന്നെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴാണ് ഒരു മോശമായ അവസ്ഥയുണ്ടാകുന്നത് അപ്പോഴാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് ആലോചിച്ച് വിഷമിക്കുന്നു. പക്ഷെ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് അംഗീകരിക്കാൻ നമ്മൾ മറന്നുപോകുന്നു. ജീവിതത്തിൽ എത്ര തന്നെ കഷ്ടങ്ങൾ വന്നാലും അതിലുള്ള സന്തോഷം നമ്മൾ തേടി കണ്ടുപിടിക്കണം. സുമൻ ഒരു പൈസയുള്ള വീട്ടിലെ പെൺകുട്ടിയാണ്. അവൾ അവളുടെ അച്ഛനമ്മയോടൊപ്പമാണ് ജീവിക്കുന്നത്. അവളുടെ അമ്മ അനുരാധ ഭയങ്കര മെലിഞ്ഞിട്ടാണ്. പക്ഷെ അവർക്ക് ഒരു വിഷമമുണ്ട്. അവരുടെ മകൾ ഒരുപാട് തടിച്ചയായതുകൊണ്ട് വലിയ പെൺകുട്ടിയെ പോലെയാണ് തോന്നിക്കുന്നത്. അവർക്ക് ശേഷം സുമന്റെ ജീവിതം എന്താകുമെന്ന് അവർ ഒരുപാട് വിഷമിച്ചിരിക്കും. സുമൻ, നിന്റെ തടി ദിവസം കൂടുന്തോറും കൂടുന്നുണ്ട്. നീ ഇപ്പോഴുള്ള വയസ്സിനേക്കാൾ വലിയ പെൺകുട്ടി പോലെ തോന്നിക്കുന്നു. ഒരു പക്ഷെ ഇങ്ങനെ പോയാൽ നിന്റെ കല്യാണത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അമ്മേ, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഒരു ദിവസം ഒരു റൊട്ടി കഴിക്കുന്നുള്ളൂ, എന്നാലും തടിക്കുന്നുണ്ട്. ഞാനൊരു റൊട്ടി പോലും കഴിച്ചില്ലെങ്കിൽ എങ്ങനെ ജീവനോടെ ഇരിക്കും? ഞാൻ എന്താ ഇങ്ങനെ തടിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മോളെ, നീ ഒരു കാര്യം ചെയ്യ്, ഒരു ജിമ്മിൽ ചേര്. നന്നായി എക്സസൈസ് ഒക്കെ ചെയ്താൽ നിന്റെ തടിയും കുറയും. അനുരാധ പറഞ്ഞതുപോലെ സുമൻ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തു. അവിടെ ഒരു ട്രെയിനർ സുമനെ കൊണ്ട് ഒരുപാട് എക്സസൈസുകൾ ചെയ്യിപ്പിച്ചു. പക്ഷെ ഒരു ലാഭവും ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ സുമനെ ഏത് മെഷീനിൽ എക്സസൈസ് ചെയ്യിപ്പിച്ചാലും ആ മെഷീനൊക്കെ തകർന്നു പോയി. എന്റെ ദൈവമേ, നിന്റെ തടി എത്ര കൂടുതലാണെന്നോ! എല്ലാ മെഷീനും തകർന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഓണറോട് എന്ത് പറയും? ശരി, സാരമില്ല, വിട്.
നീ മെഷീനിൽ എക്സസൈസ് ചെയ്യുന്നതിന് പകരം തറയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യേ. പിങ്കി സുമന് ഒരുപാട് തരം എക്സസൈസ് കാണിച്ചു. അതിലൊരു എക്സസൈസ് പ്രകാരം അവളുടെ കൈകൾ തണ്ടലിന് പുറകെ കൊണ്ടുപോയി. അതിൽ അവൾ പെട്ടുപോയി. അയ്യോ, ആരെങ്കിലും എന്റെ കൈയൊന്ന് ശരിയാക്കി തരൂ. എനിക്ക് കൈകൾ മുന്നോട്ട് കൊണ്ടുവരാനാകുന്നില്ല. എനിക്ക് ഒരുപാട് വേദനിക്കുന്നു. ആരെങ്കിലും എന്നെ സഹായിക്കൂ. പിങ്കി സുമന്റെ കൈകൾ എടുത്തു കൊടുത്തതും പാവം പിങ്കിയുടെ മേൽ സുമൻ വീണു. അയ്യോ അമ്മേ, എന്നെ വിട്ടേക്ക്. എനിക്ക് നിന്റെ തടി കുറയ്ക്കാനേ ആകില്ല. എപ്പോഴും കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? നിന്റെ തടി 100 കിലോനേക്കാൾ വലുതാ. സുമൻ വിഷമിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. പിന്നെ അനുരാധയോട് സംഭവിച്ചതെല്ലാം പറഞ്ഞു. അനുരാധയും ഒരുപാട് വിഷമിച്ചു. പിന്നെ ഒരു ദിവസം അനുരാധ മാർക്കറ്റിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയി. അവിടെ അവരുടെ പഴയ അയൽപ്പക്കക്കാരനെ കണ്ടു. സുഖമാണോ? എന്തിനാ നിങ്ങൾ ഇവിടെ നിന്നും പോയത്? നിങ്ങൾ പോയതും ഇവിടുത്തെ ഐശ്വര്യം പോയി. വീട്ടിലെല്ലാരും സുഖമാണോ? എല്ലാം നന്നായി പോകുന്നു. ഇപ്പൊ സുമന് കല്യാണ പ്രായവും എത്തിക്കഴിഞ്ഞു. അവളെ കല്യാണം കഴിപ്പിക്കാൻ ആരെങ്കിലും നല്ല പയ്യൻ കിട്ടിയാൽ എന്റെ മകൾക്ക് കല്യാണം കഴിപ്പിക്കാം. ആ, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു. എന്റെ മകന് വേണ്ടി ഞാൻ പെണ്ണ് ആലോചിക്കുവാണ്. നിങ്ങളും നിങ്ങളുടെ മകൾക്ക് പയ്യനെ അന്വേഷിക്കുന്നുണ്ടെന്ന് കേട്ടു. നിങ്ങളുടെ മകളെ എന്റെ മകന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാമോ? എന്റെ മകന്റെ കല്യാണം 1 മാസത്തിനുള്ളിൽ നടക്കണം. ജോത്സ്യൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യുകയല്ലാതെ ഒരു മാർഗവുമില്ല. നിങ്ങൾ ആദ്യം എന്റെ മകളെ കാണൂ. അയ്യോ, ഇല്ല ഇല്ല, നിങ്ങൾ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യൂ. ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ ആശിഷിനെ പെണ്ണ് കാണാതെ തന്നെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു. വധുവായി സുമൻ വന്നപ്പോൾ അവളെ കണ്ട് എല്ലാവരും ഷോക്കായി. തടിച്ചിയായ വധുവിനെ കണ്ട് എല്ലാവരും ചിരിച്ചു. അച്ഛാ, ഈ തടിച്ചയെ ഞാൻ കല്യാണം കഴിക്കണോ? ഞാൻ എന്ത് പാവമാ ചെയ്തത്? എന്റെ കോളേജിൽ ഞാൻ എത്ര ഫേമസ് ആണെന്നറിയാമോ? എന്റെ ജീവിതം നശിച്ചു പോകും. എനിക്ക് ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇവിടെ നോക്കും മോനെ, ഇപ്പോൾ നമ്മുടെ അടുത്ത് വേറെ വഴിയൊന്നുമില്ല. നിന്റെ ജാതകത്തിൽ ദോഷമുണ്ട്. നിന്റെ കല്യാണം ഇന്ന് തന്നെ നടക്കണം. ഇപ്പോൾ നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിനക്ക് കോടിക്കണക്കിന് രൂപ ലോസ് വരും. അവന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ആശിഷ് സുമനെ കല്യാണം കഴിച്ചു. പക്ഷെ അവൻ സുമനെ എപ്പോഴും അവന്റെ ഭാര്യയായി കണ്ടതേയില്ല. ഒരു ദിവസം അവന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ആശിഷ് സുമനെ പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ അവൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയതും ആ സ്വിമ്മിംഗ് പൂളിൽ ഉണ്ടായിരുന്ന വെള്ളമെല്ലാം പുറത്തേക്ക് വന്നു. നീ സ്വിമ്മിംഗ് പൂളിൽ ചാടിയാൽ അതിൽ പിന്നെ ആർക്കും കുളിക്കാൻ പറ്റില്ല. അത്രയ്ക്കും തടിയാ നിനക്ക്. സുമൻ ആശിഷിനോടൊപ്പം നടന്നു പോകുമ്പോഴെല്ലാം എല്ലാവരും അവരെ നോക്കി ചിരിക്കും. ഒരു ദിവസം അവൾ സോഫയിലിരുന്നപ്പോൾ ആ സോഫ തകർന്നു പോയി. അത് കണ്ട് അവൾക്ക് തന്നെ സങ്കടമായി. അതുകൊണ്ട് അന്ന് മുതൽ അവൾ തറയിലിരുന്നു. ഇനി എനിക്ക് പറ്റില്ല. നിന്റെ ഈ വണ്ണം കാരണം എനിക്ക് നിന്റെ കൂടെ നടക്കാൻ തന്നെ വെറുപ്പാ. നീ എന്റെ കൂടെ വരരുത്. സുമൻ അവളുടെ മനസ്സ് കല്ലാക്കിക്കൊണ്ട് അന്നു മുതൽ ആശിഷിനോടൊപ്പം പുറത്തേക്ക് പോകുന്നതേ നിർത്തി. ഒരു ദിവസം ആശിഷിന്റെ കാറിന് ആക്സിഡന്റ് ആയി. അതുകൊണ്ട് അവന്റെ ബിസിനസ്സിന് ഒരുപാട് അധികം നഷ്ടം വന്നു. അവസ്ഥ എത്ര മോശമായെന്നോ അവരുടെ വീട് തന്നെ പണയത്തിലായി. സുമൻ, ആശിഷ് ഇപ്പൊ കിടപ്പിലായി മോളെ. ഇപ്പൊ നീ വേണം ഈ വീട് നോക്കാൻ. അമ്മേ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ അമ്മ ഈ വീട് നോക്കുക? നമ്മൾ എപ്പോഴും പരാജയം സമ്മതിക്കരുത്. നീ മാൽപ്പൂ വളരെ നന്നായി ചെയ്യും. എത്രത്തോളം നന്നായി ചെയ്യുമെങ്കിൽ എല്ലാവരും നീ ചെയ്യുന്ന മാൽപ്പൂ വേണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് നീ മാൽപ്പൂ ചെയ്ത് ജനങ്ങൾക്കൊക്കെ വിറ്റുകൂടെ? സുമൻ അവളുടെ അമ്മ പറഞ്ഞതുപോലെ ചെയ്തു. വീട്ടിലുള്ള കുറച്ച് പൈസ കൊണ്ട് മാൽപ്പൂവിന് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി മാൽപ്പൂ തയ്യാറാക്കി വിൽക്കാൻ തുടങ്ങി. അവളുടെ കൈകൊണ്ടുണ്ടാക്കിയ മാൽപ്പൂവെ വളരെ രുചിയായിരുന്നു. ഒരു ദിവസം അവളുടെ കടയിലിരുന്ന് മാൽപ്പൂവെ വിൽക്കുമ്പോൾ അവിടേക്ക് ഒരാൾ വന്നു. ഇവിടെ നോക്കും മോളെ സുമൻ, മോളുടെ കൈകൊണ്ടുണ്ടാക്കുന്നത് എല്ലാത്തിനും നല്ല രുചിയുണ്ട്. എനിക്ക് കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുന്നു. ഇതിന്റെ മുൻപിൽ വേറെ സ്വീറ്റ്സ് ഒക്കെ ഫെയിൽ. അയ്യോ ചേട്ടാ, നിങ്ങൾ മാൽപ്പൂയെ കുറിച്ചാ പറയുന്നത്. അതിന്റെ കൂടെ ഇവരുടെ കൈകൊണ്ടുണ്ടാക്കിയ പച്ചക്കറിയില്ലേ, അത് ഇതിന്റെ രുചി വീണ്ടും കൂട്ടുന്നു. അതിലൂടെ മാൽപ്പൂയുടെ ടേസ്റ്റ് വീണ്ടും കൂടുന്നു. അപ്പോഴാണ് അതിലൂടെ ഒരു സേട്ട് പോയത്. അദ്ദേഹം മാൽപ്പൂവിന്റെ മണം വന്നതുകൊണ്ട് ആ സ്ഥലത്തേക്ക് വന്ന് സുമനോട് ഇങ്ങനെ പറഞ്ഞു. ആഹാ മോളെ, ഇതെന്ത് ഡിഷാ? ഇതിന്റെ സുഗന്ധം ഒരുപാട് ദൂരെ അടിക്കുന്നുണ്ടല്ലോ. ഇത് മാൽപ്പൂവയാണ് സേട്ടു സാറേ. കഴിക്കുന്നു?
ആ ഉറപ്പായും ഉറപ്പായും. ഇതിന്റെ മണം തന്നെ കൊള്ളാമെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഞാൻ കഴിച്ചു നോക്കട്ടെ. ആ ഇപ്പൊ തന്നെ തരാം. സേട്ടു ആ മാൽപ്പൂവെ കഴിച്ചുടനെ തന്നെ മാൽപ്പൂവിന്റെ ഫാനായി മാറി. പിന്നെ സുമനോട് പറഞ്ഞു, എന്റെ മോളുടെ കല്യാണമാണ്. ഇതുപോലെ ഒരു ഡിഷാണ് ഞാൻ കല്യാണത്തിന് അന്വേഷിച്ചത്. നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഈ മാൽപ്പൂ എത്ര ടേസ്റ്റി എന്നാൽ ഇത് ഞാൻ എന്റെ മകളുടെ കല്യാണത്തിന് എല്ലാവർക്കും കൊടുക്കാൻ പോകുക. എന്റെ മോളുടെ കല്യാണത്തിന് നീ ഇത് വന്ന് ചെയ്തു തരാമോ മോളെ? സുമന്റെ സന്തോഷത്തിനിപ്പോൾ അളവില്ലായിരുന്നു. സേട്ടു അവൾക്ക് അഡ്വാൻസും കൊടുത്തു. അവൾ ആ പൈസ കൊണ്ട് വീട് തിരിച്ചെടുത്തു. ഇപ്പൊ സുമന്റെ മാൽപ്പൂവെ മെല്ലെ മെല്ലെ ഫേമസ് ആവാനും തുടങ്ങി. വളരെ ദൂരത്ത് നിന്ന് പോലും ജനങ്ങൾ വന്ന് സുമന്റെ മാൽപ്പൂവെ കഴിച്ചു. പിന്നെ കുറച്ചു ദിവസം കൊണ്ട് ആശിഷ് മുഴുവനായി ഭേദം വെച്ചു. ആശിഷ് തന്റെ ഭാര്യ സുമന്റെ പ്രയത്നം കണ്ട് ഒരുപാട് സന്തോഷിച്ചു. ഇപ്പൊ അവൻ സുമനെ മനസ്സുകൊണ്ട് സ്നേഹിക്കാനും തുടങ്ങി. പിന്നെ സുമനോടൊപ്പം ചേർന്ന് മാൽപ്പൂവെ വ്യാപാരവും തുടങ്ങി. സുമൻ, എന്നോട് ക്ഷമിക്ക്. നിന്റെ അധ്വാനം കാരണമാ ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഞാൻ നിന്നെ എത്രത്തോളം വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നീ എന്നെ എങ്ങനെ നോക്കുന്നു? ഈ വീട് നീ രക്ഷിച്ചു. ഇനി ഞാൻ നോക്കാം. നിന്റെ വണ്ണമൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. നീ എങ്ങനെയാണെങ്കിലും എനിക്കിഷ്ടമാ. ഈ കച്ചവടത്തിൽ ഞാനും നിന്നെ സഹായിക്കാം. സുമൻ ഇത് കേട്ട് ഒരുപാട് സന്തോഷിച്ചു. പിന്നെ സന്തോഷത്തിൽ അവർ രണ്ടുപേരും സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. രാംപൂർ എന്നു പേരുള്ള ഗ്രാമത്തിലായിരുന്നു മാണിക്കിന്റെ കുടുംബം കഴിഞ്ഞിരുന്നത്. മാണിക്കിന്റെ വീട്ടിൽ ഭാര്യ മോഹിനിയും മക്കളായ മോണ്ടിയും ബണ്ടിയുമാണ് ഉണ്ടായിരുന്നത്. മാണിക്കിന്റെ കുടുംബം വളരെ ചെറുതായിരുന്നു. എങ്കിലും നല്ല നിലയിലായിരുന്നില്ല. കാരണം അയാളുടെ വരുമാനം വളരെ ചെറുതായിരുന്നു. കൂലിപ്പണിയിലൂടെ മാണിക്കിന് അധികം സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ജീവിച്ചിരുന്നത്. മാണിക് രാവിലെ തന്നെ ജോലിക്ക് പോകാനായി ഇറങ്ങി. അപ്പോൾ അയാളുടെ മക്കൾ അയാളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, പാപ്പ, ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോവില്ല. എന്തു പറ്റി മോനെ? ഇന്നെന്താ സ്കൂളിൽ പോവാത്തെ? ഞങ്ങളുടെ കയ്യിൽ നല്ല വസ്ത്രങ്ങളില്ലല്ലോ. ഉള്ള വസ്ത്രങ്ങളാണെങ്കിൽ കീറിയിരിക്കുക. മോനെ, ഞാനിന്നൊന്ന് ജോലിക്ക് പോകട്ടെ. തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം. പപ്പ എന്നും ഇത് തന്നെയാണല്ലോ പറയുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ എല്ലാവരും കളിയാക്കും. ശരി, നീ ഇപ്പോ സ്കൂളിൽ പോയേ. ഞാൻ വന്നിട്ട് നിന്നോട് സംസാരിക്കാം. മാണിക് ദുഃഖിച്ച് ജോലിക്ക് പോയി. മോണ്ടിയും ബണ്ടിയും സ്കൂളിലേക്കും പോയി. ഉച്ചഭക്ഷണം കഴിഞ്ഞുള്ള ഇടവേളയിൽ ബണ്ടിയുടെയും മോണ്ടിയുടെയും ക്ലാസ്സിലെ കുട്ടികൾ രണ്ടുപേരെയും കളിയാക്കാൻ തുടങ്ങി. അവർക്ക് വല്ലാത്ത സങ്കടമായി. സഹോദരങ്ങളായ സോനുവും മോനുവും ബർഫി തിന്നുകയായിരുന്നു. മറ്റു കൂട്ടുകാർക്കും അവർ കഴിക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. എടാ, എനിക്കും ബർഫി തിന്നാൻ വലിയ ആഗ്രഹമുണ്ട്. ആ ചേട്ടാ, ഒരു ദിവസം നമുക്ക് ബർഫി തിന്നാം. ബർഫി തിന്നാനായിട്ട് കാശ് വേണമെടാ. കാലക്കേടിന് അത് നിങ്ങളുടെ കയ്യിൽ ഒട്ടും ഇല്ലല്ലോ. ഒരു ദിവസം ഞങ്ങളുടെ അച്ഛന് നല്ല ജോലി കിട്ടുമ്പോ ഞങ്ങൾ തീർച്ചയായിട്ടും ബർഫി കഴിക്കും. ദരിദ്രവാസികളെ, നിങ്ങളുടെ കയ്യിലാണെങ്കിൽ കാശൊന്നുമില്ല. പിന്നെ എന്തിനാ നിങ്ങൾ സ്കൂളിൽ വരണേ? ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരല്ലേ. പിന്നെ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നേ? ഏയ്, ഞാൻ നിന്നെ കൂട്ടുകാരായിട്ടൊന്നും കണ്ടിട്ടേ ഇല്ല. മോണ്ടിയും ബണ്ടിയും അവിടുന്ന് ഉടനെ തന്നെ പോയി. രണ്ടാളും വലിയ സങ്കടത്തിലായിരുന്നു. അതുകൊണ്ട് അവര് അവരുടെ വീട്ടിലേക്ക് പോകാതെ നേരെ കാട്ടിലേക്കാണ് നടന്നത്. എന്നിട്ട് ഒരു മരത്തിന്റെ കീഴിൽ പോയി ഇരുന്നു. ചേട്ടാ, നമ്മൾ എത്ര നാളീ അപമാനം സഹിക്കും? കുഴപ്പമില്ല മോനെ, അച്ഛന് നല്ലൊരു ജോലി കിട്ടിയാ മതിന്നേ. അപ്പൊ അച്ഛൻ നല്ല ഉടുപ്പ് വാങ്ങിത്തരും. ചേട്ടാ, ദേ അവിടെ നോക്കിയേ. ഒരാൾ മരം മുറിക്കാൻ വേണ്ടി കോടാലിയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർക്കരികിലേക്ക് ഒരാൾ ഒരു കോടാലിയും കൊണ്ട് മരം മുറിക്കാനായി വന്നു. ഞാൻ ഇയാളെ മരം മുറിക്കാൻ സമ്മതിക്കില്ല. അതെ, നമുക്ക് ഇയാളെ തടഞ്ഞേ പറ്റൂ. അപ്പോഴേക്കും ആ മരം വെട്ടുകാരൻ കോടാലിയും കൊണ്ട് മരത്തിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. പിള്ളേരെ, ഇവിടെ നിന്ന് പോയേ. ഞാൻ ഈ മരം മുറിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ ഇവിടുന്ന് മാറില്ല. നിങ്ങൾക്ക് ഈ മരം മുറിക്കാൻ പറ്റില്ല. നീ ആരടാ എന്നെ ഈ മരം വെട്ടുന്നതിൽ നിന്ന് തടയാൻ? ഞാൻ ഇവിടെ ഈ മരം മുറിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് മുറിച്ചിടുക തന്നെ ചെയ്യും. ഞങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞെങ്കിൽ പറഞ്ഞതാ, നിങ്ങൾക്ക് ഈ മരം മുറിക്കാൻ പറ്റില്ല. നിങ്ങളൊരു വശത്തേക്ക് മാറി നിൽക്കുന്നോ അതോ ഞാൻ നിങ്ങളെ കൂടി? അയാൾ എന്തെങ്കിലും ചെയ്യുന്നതിനു മുന്നേ തന്നെ ആ രണ്ട് സഹോദരങ്ങളും കൂടെ അയാളുടെ മേലേക്ക് ചാടി വീണ് ഒരു പരുവമാക്കി.
അയാൾ അവിടുന്ന് ജീവനും കൊണ്ടോടി. ആ ഇന്നൊരു മരത്തിന്റെ ജീവൻ രക്ഷിച്ചപ്പോ എന്തോ ആകെ ഒരു സന്തോഷം തോന്നുന്നുണ്ടല്ലേ? അതെ ചേട്ടാ, ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഈ മരങ്ങളും ചെടികളും നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന്. നീ പറഞ്ഞത് വളരെ ശരിയായ കാര്യോടാ. വാ വീട്ടിൽ പോകാം, അമ്മ കാത്തിരിക്കുന്നുണ്ടാകും. അവരങ്ങനെ വീട്ടിലേക്ക് ചെന്നു. ആഹാ, രണ്ടാളും വന്നോ? വാ, ഭക്ഷണം കഴിക്കേ. ഓ അമ്മേ, അമ്മ ഇന്നും ആ വെള്ളം കൂടിയ പരിപ്പ് കറിയും ചോറും വെച്ചിരിക്കുന്നല്ലേ? എനിക്ക് ചോറ് വേണ്ട. ഭക്ഷണത്തെക്കുറിച്ച് മോനെ അങ്ങനെയൊന്നും പറയരുത്. ചേട്ടാ, ഭക്ഷണം കഴിക്കൂന്നേ. ഭക്ഷണത്തിന് അപമാനിക്കാൻ പാടില്ല. അടുത്ത് തന്നെ അച്ഛൻ നമുക്ക് നല്ല ഭക്ഷണം വാങ്ങിച്ചു തരുന്നേ. ഞാൻ ഈ ഭക്ഷണം കഴിക്കില്ല. അവൻ അവിടുന്ന് ചാടിത്തുള്ളി പുറത്തേക്ക് പോയി. ഇന്നെന്താ നിങ്ങൾ വരാൻ ഇത്ര താമസിച്ചത്? ഇന്ന് മുഴുവൻ ജോലി അന്വേഷിച്ച് നടക്കായിരുന്നു. എവിടെയെങ്കിലും ജോലി ശരിയായോ? ഇന്നും ഒരു കാര്യവും ശരിയായില്ല. സാരമില്ലെന്നേ, ജോലിയൊക്കെ കിട്ടിക്കോളും. വേഗം കൈ കഴുകി വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. കുട്ടികൾ ഭക്ഷണം കഴിച്ചോ? ആ, മോണ്ടി ഭക്ഷണം കഴിച്ചു കിടന്നു. അപ്പൊ ബണ്ടിയോ? ഇല്ല, ബണ്ടിക്ക് ഈ ഭക്ഷണം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ ദേഷ്യപ്പെട്ട് ഭക്ഷണം കഴിച്ചില്ല. എന്തു ചെയ്യാനാ? എനിക്ക് എന്റെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ? പറയ്. ഗ്രാമത്തിൽ നമുക്ക് കുറച്ച് പറമ്പ് സ്വന്തമായിട്ടില്ലേ? നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോയാലെന്താ? ഒന്നുമില്ലെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യമെങ്കിലും നടക്കാൻ ഇത്തിരി കാശ് കിട്ടുമല്ലോ. നീ പറഞ്ഞ കാര്യം ശരി തന്നെ. പക്ഷേ എന്റെ കയ്യിൽ കൃഷി നടത്താനുള്ള പൈസ ഇല്ലല്ലോ. നമുക്ക് ആ പലിശക്കാരൻ അമ്മാവന്റെ അടുത്തുനിന്ന് കടം വാങ്ങാം. കയ്യിലേക്ക് കാശ് കിട്ടുമ്പോ നമുക്കതൊക്കെ തിരിച്ചും കൊടുക്കാം. എന്നാ പിന്നെ ശരി, നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. നമസ്കാരം അമ്മാവ. വരൂ മാണി, സുഖമല്ലേ? നാട്ടിലേക്ക് എന്തിനാ വന്നത്? അത് പട്ടണത്തിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് കൃഷി ചെയ്യാമെന്ന് കരുതി. അതിന് നിന്റെ സ്ഥലം തരിശായി കിടക്കുകയല്ലേ? അല്ല അമ്മാവ, എന്തെങ്കിലും ചെയ്തേ മതിയാകും. എനിക്ക് കുറച്ച് പണം കടമായി തരണം. നിനക്ക് പണമൊക്കെ ഞാൻ തരാം. പക്ഷെ കൃത്യസമയത്ത് തന്നെ തിരിച്ചടക്കാനുള്ള കരുതൽ ഉണ്ടാവണം. സമയം കൂടുന്തോറും പലിശയും കൂടിക്കൊണ്ടിരിക്കും. അതാലോചിച്ച് വിഷമിക്കണ്ട അമ്മാവ. ഞാൻ കൃത്യസമയത്ത് തന്നെ പണം തിരികെ തന്നോളാം. മാണിക് എല്ലാ ദിവസവും രാവും പകലുമില്ലാതെ കഠിനാധ്വാനം ചെയ്തു. തന്റെ കൃഷിയിടം അങ്ങനെ അയാൾ ഫലഭൂയിഷ്ടമാക്കി. കുറച്ചു ദിവസങ്ങൾക്കകം നല്ല വിളവുമുണ്ടായി. പക്ഷെ ദൈവം മറ്റൊന്നായിരുന്നു വിധിച്ചത്. ഒരു ദിവസം ഭയങ്കരമായൊരു കൊടുങ്കാറ്റുണ്ടായി. വിളവെല്ലാം നശിച്ചുപോയി. എന്റെ ദൈവമേ, നീ ഇതെന്താണ് ചെയ്തത്? ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഇനി എന്തെടുത്ത് കഴിക്കും? നീ വിഷമിക്കാതെ മോഹിനി, ദൈവം നമുക്ക് മറ്റൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. മാണിക്കിന് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അവൻ ആ പലിശക്കാരൻ അമ്മാവന്റെ അടുത്തേക്ക് പോയി. എന്താ മാണിക്, എന്തുണ്ടായി? നിന്റെ സമയം പൂർത്തിയായല്ലോ. എന്റെ കാശും കൂടെ എടുക്ക്. അമ്മാവ, എന്റെ വിളവെല്ലാം നശിച്ചു. എനിക്ക് കുറച്ച് സമയം കൂടി തരണം. നിന്റെ കയ്യിൽ കാശില്ലെങ്കിൽ പിന്നെ നീയൊക്കെ കൃഷിപ്പണിക്ക് ഇറങ്ങിയത് എന്തിനാ? ആ പലിശക്കാരൻ മാണിക്കിനെ നന്നായി അപമാനിച്ചു വിട്ടു. മാണിക്ക് വിഷമത്തോടെ തന്റെ വയലിലേക്ക് നടന്നു. എന്റെ ദൈവമേ, നീ എന്തിനാ എന്നോട് ഈ ചതി ചെയ്തത്? അപ്പോഴാണ് മാണിക് വയലിനരികിൽ നിൽക്കുന്ന ഒരു മരം ശ്രദ്ധിക്കുന്നത്. അതിനരികിലേക്ക് പോയി നോക്കി അവൻ അന്തം വിട്ടു നിന്നുപോയി. മാണിക് വീട്ടിലേക്ക് തിരിച്ചുപോയി. മോഹിനി, ഒന്നിങ്ങ് വരൂ. പറയ്, എന്തുണ്ടായി? നമ്മുടെ വിളവ് നശിച്ച വയലിനടുത്ത് ഒരു മരം നിൽപ്പുണ്ട്. അതിൽ നിറയെ ബർഫി തൂങ്ങിക്കിടക്കുന്നു. അത് സാധാരണ ഒരു ബർഫിയല്ല, സ്വർണം കൊണ്ടുള്ള ബർഫിയാണ്. എന്ത്? അച്ഛൻ എന്തായി പറയുന്നത്? ആ മരം അവിടെ നിൽക്കുന്നുണ്ടോ? അതേ മോനെ, പക്ഷെ നീ എന്തിനാ ഇത് ചോദിക്കുന്നേ? അച്ഛാ, ഒരു ദിവസം ഞാനും ബണ്ടിയും വയലിൽ കളിക്കുകയായിരുന്നു. അപ്പൊ ബണ്ടിക്ക് അവിടുന്ന് തിളക്കമുള്ള ഒരു കല്ല് കിട്ടി. ഞങ്ങളത് കളിക്കിടയിൽ വയലിൽ കുഴിച്ചിട്ടിരുന്നു. എല്ലാവരും ആശ്ചര്യം കൊണ്ട് മിണ്ടാതെ നിന്നുപോയി. ആ രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ മാണിക്കൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരു ദേവൻ പ്രത്യക്ഷപ്പെട്ടു. മാണിക്, ഇന്ന് നിനക്ക് കിട്ടിയ മരം നിന്റെ കുട്ടികളുടെ നല്ല പ്രവൃത്തിയുടെ ഫലമാണ്. അവർ എന്നും ചെടികളുടെ സംരക്ഷകരായിരുന്നു. ആ മരത്തിൽ എന്നും ബർഫി വിളയും. കാരണം
നിന്റെ ചെറിയ മകന് ബർഫി വലിയ ഇഷ്ടമാണ്. മാണിക് കണ്ണു തുറന്നു. എല്ലാ കാര്യങ്ങളും അവൻ മോഹിനിയോട് പറഞ്ഞു. രണ്ടുപേരും അതിയായി സന്തോഷിച്ചു. നോക്ക്, ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്കിനി ഒരു സ്വർണ്ണക്കട ഇട്ടൂടെ? ആ നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ നഗരത്തിൽ ചെന്ന് സ്വർണത്തിന്റെ ആഭരണങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തും. കാശ് കിട്ടുമ്പോ ആ പലിശക്കാരൻ അമ്മാവന്റെ കടവും ഞാൻ വീട്ടും. അങ്ങനെ അവരുടെ കഷ്ടകാലമെല്ലാം കഴിഞ്ഞു. അവർ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. മോണ്ടിക്കും ബണ്ടിക്കും സന്തോഷമായി. കാരണം ഇപ്പൊ എല്ലാ ദിവസവും നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ ദിവസവും ഇഷ്ടം പോലെ ബർഫിയും കഴിച്ചു.